മാറിയ ലോകത്തിന്റെയും മാറേണ്ട ലോകത്തിന്റെയും നടുവിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു പുതുവർഷത്തിലേക്ക് കടക്കുകയാണ്. 2022 വളരെ സന്തോഷപൂർവ്വം വളരെ പുഞ്ചിരിച്ചുകൊണ്ട് വിട പറഞ്ഞ് 2023 നല്ല പ്രതീക്ഷകളിലേക്ക് നമ്മുടെ കണ്ണുകളെ കുറേയും കൂടെ തുറക്കാൻ സാധിക്കട്ടെ. പുതിയ ജീവിതം, പുതിയ ദർശനങ്ങൾ, പുതിയ നടപ്പുകൾ, പുതിയ സ്വപ്നങ്ങൾ ഇവയെല്ലാം പങ്കുവെച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ബാല്യകാല ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കുകയാണ്. എൽദോയ്ക്ക് ശേഷം വരുന്ന 1-ാം ഞായറാഴ്ച പരിശുദ്ധ വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിലെ 41 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ്. യേശു തന്റെ ബാല്യകാല ജീവിതം അടയാളപ്പെടുത്തുന്നത്, വിശുദ്ധ ലൂക്കോസ് എവങ്കേലിസ്റ്റ് അടയാളപ്പെടുത്തുന്നത് അവന്റെ ദേവാലയ ബന്ധത്തിൽ നിന്നുകൊണ്ടാണ്. 12 വയസ്സുള്ളപ്പോൾ ഓരോ യഹൂദനും ദേവാലയത്തിൽ കടന്നു ചെന്ന് തന്റെ ന്യായപ്രമാണ ശുശ്രൂഷകളൊക്കെ ചെയ്യണമെന്നുള്ളത് അവരുടെ നിയമമായിരുന്നു. ആ രീതിയിൽ തന്നെ 12 വയസ്സുള്ളപ്പോൾ യേശുവും അമ്മയപ്പന്മാരോട് കൂടെ ചേർന്ന് യെരുശലേം ദേവാലയത്തിലേക്ക് ചെല്ലുകയാണ്. ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഈ ഒരു വേദഭാഗവുമായിട്ട് പങ്കുവെക്കുന്നുള്ളൂ: ദ ഡിവൈൻ ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും എന്നുള്ള സ്വഭാവത്തിൽ നിന്നുകൊണ്ട് അവനെടുക്കുന്ന ചില വ്യക്തിബന്ധങ്ങളെയാണ് ഈ വേദഭാഗം നമ്മളോട് തുറന്നു കാട്ടുന്നത്. ഒരുവന്റെ സ്വഭാവം അനുസരിച്ചാണ് അവന്റെ പെരുമാറ്റം ഇരിക്കുന്നതെന്ന് നമുക്കറിയാം. ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണെങ്കിൽ അവൻ തന്റെ ദൈവവുമായിട്ടുള്ള ബന്ധവും മനുഷ്യരുമായിട്ടുള്ള ബന്ധവും ഏത് രീതിയിലൊക്കെ പുലർത്തിയിരുന്നു എന്നുള്ളത് ഈ വേദഭാഗം നമ്മളോട് സംസാരിക്കുകയാണ്. തന്റെ ബാല്യകാലത്ത് തന്നെ തന്റെ ദൈവത്തോടുള്ള ബന്ധം, ആത്മീയ തലം, തന്റെ മനുഷ്യരോടുള്ള, സഹോദരങ്ങളോടുള്ള, ഗുരുക്കന്മാരോടുള്ള, മാതാപിതാക്കളോടുള്ള ബന്ധം, സൊസൈറ്റിയോടുള്ള, മനുഷ്യരോടുള്ള ഒരു ഫിലോന്ത്രാപ്പിക് അനുഭവം എന്താണെന്ന് ക്രിസ്തു ഈ ഒരു വേദഭാഗത്തിലൂടെ പങ്കുവെക്കുകയാണ്. ഒന്നാമതായിട്ട് ദ ഡിവൈൻ റിലേഷൻഷിപ്പ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം ഈ വേദഭാഗത്തുണ്ട്. ഒന്നവൻ ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുന്നത്, കടന്നു ചെന്നിട്ട് അവൻ ന്യായശാസ്ത്രിമാരോടും എല്ലാം ന്യായ പ്രമാണത്തെ പറ്റി സംസാരിക്കുന്നതും സംശയങ്ങൾ ചോദിക്കുന്നതും എല്ലാം ഈ വേദഭാഗത്തുണ്ട്. ജോസഫും മറിയമും തിരിച്ച് ഭവനത്തിലേക്ക് മടങ്ങിയെങ്കിലും 3 ദിവസമായിട്ട് ക്രിസ്തു ദേവാലയത്തിൽ തന്നെ പാർക്കുന്നതായിട്ട്. പിന്നീട് അവർ കടന്നു വരുമ്പോൾ അവനെ പറ്റിയുള്ള വിഷമം തന്റെ അമ്മ പങ്കുവെക്കുമ്പോൾ ക്രിസ്തു ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഞാൻ എൻ്റെ പിതാവിന്റെ സന്നിധിയിൽ ഇരിക്കേണ്ടതാണെന്ന് നിങ്ങൾക്ക് അറിവില്ലേ എന്ന്. അപ്പോൾ പിതാവുമായിട്ടുള്ള ബന്ധം, തന്റെ ആത്മീയ ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ക്രിസ്തു നമ്മളോട് പങ്കുവെക്കുകയാണ്. അവന്റെ ദൈവവുമായിട്ടുള്ള ബന്ധം, അത് തന്റെ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ അത് സജീവമായി തുടരണമെന്ന് ക്രിസ്തു ഇവിടെ നിർബന്ധിക്കുകയാണ്. ഈ പുതുവത്സരത്തിലും നമുക്ക് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് നമ്മുടെ ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധം എത്രമാത്രമാണ് എന്നുള്ളത്. അതിന്റെ അളവും തോതും നമുക്ക് തൂക്കി നോക്കേണ്ട സമയങ്ങളാണ്. ഈ നിമിഷം വരെ ദൈവം നടത്തിയ നല്ല അനുഭവങ്ങൾ, വീണുപോയപ്പോഴും ബലമായി നമ്മെ കൈപിടിച്ചുയർത്തിയ എൻ്റെ ദൈവം, ആ ദൈവത്തെ എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും കൊണ്ടു നടക്കുന്ന, ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരു തലം, ആ തലമാണ് നമ്മളെ ഓരോ പുതിയ ദിനത്തിലേക്കും പുതിയ നിമിഷത്തിലേക്കും നമ്മളെ കൂടുതൽ സ്നേഹമുള്ളവരാക്കുന്നതും കരുണയുള്ളവരാക്കുന്നതും ക്ഷമയുള്ളവരാക്കുന്നതും. അതുകൊണ്ട് നാം നമ്മുടെ ആന്തരിക ജീവിതത്തെ ബലപ്പെടുത്തി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇഴകിച്ചേരുക. പുറമേയുള്ള തിളക്കങ്ങളോ പുറമേയുള്ള നമ്മുടെ സംസാരങ്ങളോ ശൈലികളോ ഒന്നുമല്ല. അതിനപ്പുറം അകത്ത് ഞാൻ ആരാണ് എന്നുള്ളതാണ്. ആണ്ടാരംഭത്തിൽ തന്നെയാണ് കപ്പദോക്യൻ പിതാക്കന്മാരായ വലിയമാർ ബസേലിയോസും നിസായിലെ ഗ്രിഗോറിയോസിന്റെ ഒക്കെ ഓർമ്മ നാം നിർവഹിക്കുന്നത്. വലിയമാർ ബസേലിയോസും കപ്പദോക്യൻ പിതാക്കന്മാരും നമ്മളോട് പങ്കുവെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം: ഇന്നർ ലൈഫ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ദാൻ എക്സ്റ്റേണൽ ലൈഫ്. നമ്മുടെ പുറമേയുള്ള ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലല്ല, നമ്മുടെ അകമയുള്ള ജീവിതത്തിന്റെ കാമ്പിലാണ് നമ്മുടെ ആന്തരിക ശുദ്ധീകരണം നടക്കുന്നതെന്ന് ഈ പിതാക്കന്മാരും നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആന്തരിക ജീവിതത്തെ കുറേയും കൂടെ ബലപ്പെടുത്തുവാനും ദൈവബന്ധത്തിൽ ഒരുക്കി നിർത്തുവാനും തക്കവണ്ണം
ഈ പുതിയ വർഷത്തിൽ നമുക്ക് സാധിക്കട്ടെ. രണ്ടാമതായിട്ട് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു പൂർണ്ണ മനുഷ്യനാണ് എന്നുള്ളതിന്റെ അടയാളമാണല്ലോ ലാസറിന്റെ കല്ലറക്കൽ പോയി കരയുന്നത്. മനുഷ്യരുടെ വേദനകളിൽ അവന് പ്രയാസം തോന്നി അവർക്ക് സൗഖ്യം കൊടുക്കുന്നത്. മനുഷ്യരുടെ എല്ലാ വേദനകൾക്കും പരിഹാരമായി ചേർന്ന് നിൽക്കുന്ന ഒരു ക്രിസ്തു, അവൻ പൂർണ്ണ മനുഷ്യന്റെ അടയാളമാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ അവന്റെ ബാല്യകാലത്ത് തന്റെ മാതാപിതാക്കന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ ദേവാലയത്തിൽ ചെല്ലുന്നത്, മാതാപിതാക്കൾ വിഷമിച്ചപ്പോൾ അവരോട് കൂടെ ചേർന്ന് പിന്നീട് തിരിച്ച് ഭവനത്തിലേക്ക് പോവുകയും നസറേത്തിൽ അവർക്ക് കീഴടങ്ങിയിരുന്ന് ജീവിക്കുവാൻ പ്രേരണ നൽകുന്നതെല്ലാം തന്റെ മാതാപിതാക്കന്മാരോടുള്ള വിധേയത്വവും ബഹുമാനവുമാണ്. ഗുരുക്കന്മാർ ന്യായശാസ്ത്രമാരും ഇരിക്കുമ്പോൾ അവരുടെ നടുക്ക് നിന്നുകൊണ്ട് അവരോട് കാര്യങ്ങൾ അറിഞ്ഞ് പഠിക്കുവാനുള്ള അവന്റെ താല്പര്യം. പിന്നീട് 52-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പൈതൽ വളർന്നു, ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ അവൻ മുതിർന്നു വന്നുവെന്ന്. അപ്പോൾ മനുഷ്യരുടെയും കൃപയിൽ അവൻ മുതിർന്നു വരുന്ന, എല്ലാ മനുഷ്യരോടും സ്നേഹമുള്ള ബഹുമാനമുള്ള ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പ് വ്യക്തമായി കാത്തു സൂക്ഷിച്ചവനാണ് ക്രിസ്തു. നമുക്ക് രണ്ടാമതായിട്ട് ഈ പുതുവത്സരത്തിൽ ചിന്തിക്കേണ്ടതാണ്, നമ്മുടെ മാനുഷിക ബന്ധങ്ങളുടെ അളവ് എത്രമാത്രമാണ്. കൗശലതയിലും കാപട്യത്തിലും സ്ഥാനമാനങ്ങളിലും നമ്മുടെ നിലനിൽപ്പിലുമാണോ നമ്മുടെ വ്യക്തിബന്ധങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്? അതോ സ്വന്തം ജീവനെ വിട്ടുകൊടുക്കുവാൻ തക്കവണ്ണം, എന്റെ സഹോദരന്റെ വേദന എനിക്ക് അറിയത്തക്കവണ്ണം അവന് വേണ്ടി ജീവിക്കാൻ കഴിയുന്നതാണോ നമ്മുടെ മാനുഷിക ബന്ധം? ഈ മാനുഷിക ബന്ധത്തിന്റെ തലങ്ങളിലേക്ക് നമുക്ക് ആഴമായി ഇറങ്ങിച്ചെന്നാൽ മാത്രമേ നമ്മുടെ ദൈവബന്ധം സുദൃഢമാകൂ എന്ന് കർത്താവ് തന്റെ അവസാന പ്രഭാഷണങ്ങളിൽ പറയുകയാണ്. നീ ദൈവത്തെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. അവന്റെ ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയും അവൻ നിലനിന്നിരുന്ന ഈ ഒറ്റ നിലപാടിലാണ് ക്രിസ്തുവിന്റെ ജീവിതം ക്രൂശിൽ തൂങ്ങുന്നത്. ആ ക്രൂശിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പും അതാണ്. അങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം പുതുവത്സരം നമ്മെ സഹായിക്കണം. 21 വർഷമായി അവർ വിവാഹിതരായിട്ട്. രണ്ടുപേരും 21 വർഷം വളരെ സന്തോഷത്തോടുകൂടെ ജീവിച്ചു. എങ്കിലും 21-ാം വർഷത്തിൽ ഭാര്യ ഭർത്താവിനെതിരെ ഒരു പരാതി പറഞ്ഞു. അയാൾക്കെതിരെയുള്ള പരാതി ഇങ്ങനെയായിരുന്നു: നിങ്ങൾ ഇത്രയും വർഷമായി രാവിലെ നിങ്ങൾ പല്ല് തേക്കാൻ പേസ്റ്റ് എടുത്താൽ പിന്നെ നിങ്ങൾ അത് അടച്ചു വെക്കുകയില്ല. ഭർത്താവ് ഇത് കേട്ട് പറഞ്ഞു, നീ ആദ്യമായിട്ട് എന്നോട് പറഞ്ഞ ഒരു പരാതിയല്ലേ, ഞാനിത് പരിഹരിക്കുമെന്ന്. ഭാര്യയുടെ പരാതി പരിഹരിക്കുവാൻ ഭർത്താവ് പ്രത്യേകം ശ്രദ്ധിച്ച് എല്ലാ ദിവസവും പേസ്റ്റ് എടുക്കും, ബ്രഷിൽ പേസ്റ്റ് തേക്കും, തിരിച്ച് അതിന്റെ അടപ്പ് വെച്ച് അത് അടച്ചു വെക്കും. അങ്ങനെ ഒരാഴ്ചയായി, 2 ആഴ്ചയായി. ഭാര്യയിൽ നിന്ന് പ്രത്യേകം ഒരു അഭിനന്ദനമൊന്നും കിട്ടാതെ വന്നപ്പോൾ ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, നീ കാണുന്നില്ലേ എന്റെ ജീവിതത്തിലെ പുതിയ മാറ്റങ്ങളൊന്നൊക്കെ? ഭാര്യ ഉടനെ ക്രൂരഭാവത്തോട് പറയുകയാണ്, ഞാൻ കാണുന്നുണ്ട്, ഇങ്ങനെ 2 ആഴ്ചയായി പല്ല് തേക്കാഞ്ഞിട്ട്. 2 ആഴ്ചയായി ഇയാള് പല്ല് തേക്കാഞ്ഞിട്ട്. ജീവിതത്തിൽ എത്ര മാറാൻ നമ്മൾ ശ്രമിച്ചാലും മാറാൻ അനുവദിക്കാത്ത ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. എത്ര പുതുവത്സരങ്ങൾ നമുക്കുണ്ടായാലും, എത്ര പുതിയ ദിനങ്ങൾ നമുക്കുണ്ടായാലും, പുതിയ അനുഭവങ്ങൾ ഉണ്ടായാലും, നാം എത്രമാത്രം മാറാൻ ശ്രമിച്ചാലും മാറാൻ അനുവദിക്കാത്ത ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മാറാൻ പറ്റില്ല. അതുകൊണ്ട് മറ്റുള്ളവരെ മാറാൻ, അവരുടെ നന്മകളിലേക്ക് പ്രവേശിക്കാൻ നമുക്കവരെ അനുവദിക്കാം. അങ്ങനെ അനുവദിക്കുന്ന ഒരു ലോകമാകട്ടെ പുതുവത്സരത്തിലെ പുതിയ ലോകമെന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും പുതുവത്സരത്തിന്റെ എല്ലാ നന്മകളും ഭാവുകയും